ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഓണത്തിൻ്റെ തിരക്കായിരുന്നു. ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഓണം 2024 സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇത്തവണ തിരുവോണത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആണ്, രാവിലെ പള്ളി പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ പള്ളി പോകുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. പള്ളിയിലെ അത്തപ്പൂക്കളം കേട്ടോ അത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് ഒരു കുഞ്ഞ് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള അത്തപ്പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തത്. പക്ഷേ ഇത്തവണ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വളരെ ബിസി ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മയുടെ കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തു കേട്ടോ. അതിനുശേഷം അമ്മയെ കൊണ്ട് എന്നെയും കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്ന തിരക്കിലാണ്. മാത്രമല്ല നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഓണം സദ്യയൊക്കെ പ്രിപ്പറേഷനുണ്ട്. ഇത്തവണ അത്തപ്പൂക്കളൊക്കെ ഇടണമെന്ന് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു, പക്ഷെ നടന്നില്ല, സമയമില്ലായിരുന്നു. അതായിരുന്നു കാരണം. അമ്മ രാവിലെ എന്നിട്ടൊരു ക്യൂട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം എൻ്റെ ഊഴമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഫോൺ കൊടുത്തു. അവിടെ നിന്ന് നടന്ന് വന്നു. ജസ്റ്റ് ഒന്ന് കറങ്ങണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. ജസ്റ്റ് ഒന്ന് കറങ്ങിയിരുന്നു. ആ കുഞ്ഞ് അത്തപ്പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കൂടെ കുറച്ചുകൂടെയൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഇന്ന് ഞങ്ങൾക്ക് അത്തപ്പൂക്കളം മാത്രമല്ല, നമുക്കിന്നൊരു സദ്യ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷം ഒരു 4 വർഷം അടുപ്പിച്ച് നമ്മൾ വീട്ടിൽ സദ്യ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ 31 കൂട്ടം ഐറ്റംസ് കറികൾ വെച്ചായിരുന്നു നമ്മൾ സദ്യ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇന്നിനി എന്തോ ഉണ്ടാക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇന്നിനി എന്തോ ഉണ്ടാക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് പരിപ്പ് കടുക് താളിക്കണം, പപ്പടം കാച്ചണം, പായസം, കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പായസത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഓക്കേ, ഇന്ന് പ്യുവർ വെജാ അല്ലേ? അതെ അതെ അതെ. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറുവാണേ. ഞാൻ എവിടെ പോകാൻ റെഡി ആയാലും താഴെ വന്ന് ഈ കിച്ചൻ്റെ മുന്നിൽ, അതായത് ഫ്രിഡ്ജിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷം 35 കൂട്ടം 37 കൂട്ടം, ഒരു തവണ നമ്മൾ 41 കൂട്ടം സദ്യ അല്ലല്ലോ കറികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കറിയുള്ള സദ്യ വെച്ചായിരുന്നു. അത് നമ്മൾ ആറന്മുള വള്ളസദ്യ റെഫറൻസ്. ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. പരിപ്പിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് ജീരകമാണോ? ജീരകം പൊടിച്ചതാണോ? ജീരകം പൊടിച്ചത്. പരിപ്പിൻ്റെ വെളുത്തുള്ളിയും ജീരകവും ചേർക്കണം. ഓക്കെ. ഞാനും അമ്മയും പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് പപ്പ തിരിച്ച് വീട്ടിൽ വന്നത്. പപ്പ വന്നപ്പോൾ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നേ. പപ്പ മെയിനായിട്ട് തേങ്ങ തിരുമ്മലൊക്കെ ആയിരുന്നു ചെയ്തത്. എൻ്റെ അറിവിലോ പരിചയത്തിലോ ഒന്നും ആരും ഇത്രയും ഐറ്റംസ് കറികളൊന്നും ഓണത്തിന് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയൊരു മഹാസംഭവമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഞങ്ങൾ 1 വീക്ക് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പോയി ചെറുതായിട്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള സെൽഫ് പോർട്രേറ്റ് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു അതിനിടയ്ക്ക്. വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് കിച്ചണിലേക്ക് എത്തി. അമ്മ ഇവിടെ 2 കൈ കൊണ്ട് കുക്ക് ചെയ്യാണ്. 2 കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് ലെഫ്റ്റ്, മറ്റേ കൈ കൊണ്ട് റൈറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണം മുതലേ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത്രയും ഐറ്റംസ്, ഈ 41, 35, 37 ഇത്രയും ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ കൂടുതലും പയർ തോരൻ, അതുപോലെ പയർ മെഴുക്കുപുരട്ടി, അങ്ങനെ പല ഐറ്റംസിൻ്റെയും മെഴുക്കുപുരട്ടി, തോരൻ, ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്ത് വയ്ക്കും. തോരൻ ഐറ്റംസ് തന്നെ നമ്മളൊരു 5-6 എണ്ണം ഉണ്ടാക്കും. മെഴുക്കുപുരട്ടി ഐറ്റംസും ഒരു 5-6 എണ്ണം ഉണ്ടാക്കും. പിന്നെ 3 ടൈപ്പ് പച്ചടി, വൈറ്റ്, പിങ്ക്, യെല്ലോ, പിന്നെ ഇഞ്ചിക്കറി, നാരങ്ങ ഐറ്റംസ്, പിന്നെ അച്ചാറുകളുടെ ബഹളം, കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പിന്നെ അങ്ങനെ ഒഴിക്കുന്ന ഐറ്റംസ്, അങ്ങനെ കുറേ നമ്മൾ ലിസ്റ്റ് എടുത്ത് വെക്കും. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ടിക്ക് ചെയ്ത് വെക്കും. ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന് വേണ്ടി പലതും സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഒരുപാട് തിരക്ക് പിടിച്ചൊരു സമയമായിരുന്നു ഈ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളൊക്കെ. അത് കാരണം നമുക്ക് വീട്ടിൽ അത്തപ്പൂ ഇടാനും ഒന്നും പറ്റിയില്ല. അമ്മ ഒരു കുഞ്ഞ് ക്യൂട്ട് അത്തപ്പൂ ഇട്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ സദ്യയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്രാവശ്യം ഇത്രയും
ഐറ്റംസ്. ഇപ്രാവശ്യം നമ്മൾ 23 ഐറ്റംസാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്രാവശ്യം സദ്യ അങ്ങനെ കാര്യമായിട്ട് വേണ്ട എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ വെജിറ്റേറിയൻ ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ വീട്ടിലാണേലും അങ്ങനെ ആർക്കും വെജിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ എല്ലാവരും നോൺ വെജിൻ്റെ ഭയങ്കര ഫാൻസാണ്. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ പലരും തിരുവോണത്തിനൊക്കെ നോൺ വെജ് കഴിക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ വെക്കാറില്ല. ഇന്ന് നമ്മൾ പ്യുവർ വെജാണ്, ഫുൾ നമ്മൾ വെജ് ഐറ്റംസാണ് വെക്കുന്നത്. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, ഓണം സദ്യ സ്പെഷ്യൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. പലരും അതിന് പല പേരുകളാണെന്ന് തോന്നുന്നു പറയുന്നത്. സ്വീറ്റ് പച്ചടി എന്ന് നമ്മൾ പറയും, യെല്ലോ പച്ചടി എന്നൊക്കെ പറയും. യെല്ലോ കളറിലുള്ള പച്ചടി അത് നമുക്ക് ഈ ഏത്തയ്ക്ക വെച്ച്, പഴുത്ത ബനാന വെച്ച് വയ്ക്കാം, അതുപോലെ പൈനാപ്പിൾ ചേർത്ത് വയ്ക്കാം. ചിലർ മത്തങ്ങ മാത്രം വെച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നത് പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ നോർമലി നമ്മൾ ഒന്നുകിൽ മിക്സിയിലിട്ട് അടിച്ച് എടുക്കും, അല്ലെങ്കിൽ അത് നല്ലോണം ഉടച്ച് കുക്കറിൽ വെച്ച് ഉടച്ചെടുക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡിലൊക്കെ കിടക്കുന്നത് പോലെ ചെറിയ കുഞ്ഞു പീസായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ പറ്റും, ആ പരുവത്തിലിടും. പിന്നെ നമ്മൾ അതിനകത്തിലേക്ക് മുന്തിരി അഴിയും. മുന്തിരി പച്ചടി എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മുന്തിരി ഉള്ള പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സദ്യക്കകത്തിൽ സ്വീറ്റ് ഐറ്റം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഈ സ്വീറ്റ് പച്ചടി, മുന്തിരിങ്ങയൊക്കെ ഉള്ള ഈ ഒരു യെല്ലോ പച്ചടി, പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്, മുന്തിരിയുടെ ടേസ്റ്റ്, ആ ഒരു മധുരം എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീട്രൂട്ട് പച്ചടി പിങ്ക് കളറുള്ള അതും ഭയങ്കര ഇഷ്ടമാണ്. പരിപാടികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കും. ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ അങ്കിളാണ്. അങ്കിളും ഫാമിലിയും തൃശ്ശൂരാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് വരാനൊക്കെ പ്ലാൻ ഇട്ടിരുന്നതാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഏറ്റവും മൂത്ത ബ്രദറാണ്. അങ്ങനെ പായസം ഉൾപ്പെടെ നമ്മുടെ 21 കൂട്ടം ഐറ്റം കറികളുള്ള സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയത് നമ്മൾ വിളമ്പാൻ മറന്നുപോയി. അത് കിച്ചണിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ബാക്കി ഐറ്റംസ് എല്ലാം കഴിച്ചു. നമ്മൾ ഇത്തവണ പായസം ഒറ്റ ഉണ്ടാക്കിയുള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് 3 പായസം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ സേമിയ പായസം, പാലട പായസം വെച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വരികയാണ്. പപ്പയും അമ്മയും ഞാനും, ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ ഈ ഓണത്തിന്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്തവണ. അങ്ങനെ നമ്മൾ ഇല്ലാത്ത സമയത്ത് തട്ടിക്കൂട്ടിയ 21 കൂട്ടം ഐറ്റം ചേർന്ന സദ്യ കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. നമ്മുടെ 21 കൂട്ടം ഐറ്റംസിൽ നമ്മൾ കുറേ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇത്തവണ നമുക്ക് ആഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം മെയിനായിട്ട് നമ്മൾ അവിയൽ, സാമ്പാർ, മോര്, പച്ചമോര്, പിന്നെ പരിപ്പ്, പപ്പടം, പിന്നെ മെഴുക്കുവരട്ടി ഐറ്റംസ് കുറേ ഉണ്ടാക്കി, തോരൻ ഐറ്റംസും കുറേ ഉണ്ടാക്കി. പിന്നെ അച്ചാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി, പച്ചടി 3 എണ്ണം, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 21. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകറി വിട്ടുപോയി. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് പോവാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ ഇരുന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഞാൻ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ചെയറിൽ, ഈ ഒരു ചാരുകസേലയിൽ ഇരുന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. നമുക്ക് ഹൗസ് വാമിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയൊരു പിക്ചറാണത്. അങ്ങനെ ഫോട്ടോസും എല്ലാം എടുത്തു. ഞാൻ ഈ ഒരു ചെയറിൽ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്ന കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസ് എടുത്താൽ ഭയങ്കര ജാട ഫീൽ വരും, ഭയങ്കര അഹങ്കാരി ലുക്ക് വരുമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പിക്ചർ എടുക്കണം, കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുശേഷം അതിന് മുൻപ് തന്നെ ഞാൻ താഴത്തെ ഫ്ലോറിലും ഇതേപോലെ നമുക്കൊരു നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്.
സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ കുറേ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നതല്ലാതെ എനിക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ആഡ് ചെയ്യാണ്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു, പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു, പിന്നെ അങ്ങനെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുക്കുമായിരുന്നു. പിന്നെ കൂടെ നമ്മൾ തിരക്കായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ പരിപാടിയൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. പക്ഷേ ഇത്തവണ ഓണത്തിന് ഞാൻ എന്തായാലും ഫോട്ടോസ് എടുക്കുന്നതിലും വീഡിയോസ് എടുക്കുന്നതിലും വലിയ പിശുക്ക് കാണിച്ചിട്ടില്ല. ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫോട്ടോസിൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ ഹെയർ കാണിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ബാക്ക് കോമ്പ് ഞാൻ അധികം ചെയ്യാത്തതാണ്. പക്ഷേ ഇന്ന് ഞാൻ എന്തോ സമയമില്ലാത്ത സമയം നോക്കി ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ തിരുവോണം ദിനം ഓണം വ്ലോഗ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.